ഇവിടെ ഒരു ഫെറിയുണ്ട്. അപ്പോൾ ഞാൻ ഫെറി കയറി അപ്പുറത്ത് പോകാൻ വേണ്ടി പോകും കേട്ടോ. ഫെറി കയറി അപ്പുറത്ത് ബേപ്പൂർ പോർട്ടിലോട്ട് പോകാൻ വേണ്ടി പോകണം. ഫെറി ഇപ്പോൾ കിടപ്പുണ്ട്. കണ്ട് ഇതുകൊണ്ടോ ഫെറി ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഈ ഫെറി പോട്ടെ, അടുത്ത ഫെറി കിടക്കും. ആ ഫെറി വന്നിട്ടുണ്ട് കേട്ടോ, ഫെറി വന്നിട്ടുണ്ട്. ഇതാണോ ഫെറി? അതുകൊണ്ട് ഈ ഫെറി കയറിയാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ ആ ഫെറി ഫുള്ള് തിരക്കായിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് പോകണം. ഇതിൻ്റെ അകത്ത് വണ്ടിയൊക്കെ കയറ്റും, കാറും സ്കൂട്ടറൊക്കെ കയറ്റി. ഇന്നിപ്പോൾ നല്ല തിരക്കാണ്, അതുകൊണ്ട് ഇപ്പം വണ്ടിയൊന്നും കയറ്റുന്നില്ല. വാട്ടർ ഫെസ്റ്റിന് ആളുകൾ പോകുന്നതുകൊണ്ട് നല്ല തിരക്കാണ്. ആരും ടിക്കറ്റൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇത്രയും തിരക്കത്ത് ടിക്കറ്റൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നല്ല വാട്ടർ ഫെസ്റ്റിന് പോകാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളാണ്. വാട്ടർ ഫെസ്റ്റിന് പോകാൻ ഇരിക്കുന്ന അത് ബേപ്പൂർ പോർട്ടാണ് കാണുന്നത്. ബേപ്പൂർ പോർട്ടാണ് കേട്ടോ. ഇപ്പുറത്ത് ചാലിയം ഹാർബറാണ്, അപ്പുറത്ത് ബേപ്പൂർ പോർട്ടാണ്. അവിടെ ഉരുക്കളൊക്കെയാണ് വരുന്നത്. അവിടെ കണ്ടെയ്നർ ട്രാൻസ്പോർട്ട് ഒന്നും നടക്കത്തില്ല, കാരണം ഇവിടെ ക്രെയിൻസ് ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ബേപ്പൂർ പോർട്ട്. കുറച്ചുകൂടെ വലിയ ഫിഷിംഗ് ബോട്ട്സാണ് കേട്ടോ, കുറച്ച് വലിയ ബോട്ട്സാണ്. ഇത് സിമെൻറ്റൊക്കെ കൊണ്ടുവന്ന് സിമെൻറ്റൊക്കെ കൊണ്ടുവന്ന് ഉരുക്കളാകില്ല, ഉരുക്കളാകില്ല ഉണ്ടോ. ഈ കയറ് കെട്ടിയിരിക്കുന്നില്ലേ, ഈ കയറ് കെട്ടിയിരിക്കുന്നത് ഇവിടെ ഒന്നും പോയി നിൽക്കരുത് കേട്ടോ. ആ കയർ ഹൈ ടെൻഷൻ നീക്കുകയാണ്. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിക്കും. അങ്ങനെ നമുക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. ഈ ഹാർബറിലോട്ടൊക്കെ പോകുമ്പോഴേ ഈ റോപ്പ് നിൽക്കുന്ന സ്ഥലത്തോട്ടൊന്നും അധികം പോകാൻ പാടില്ല. വലിയ ഫിഷിംഗ് ബോട്ട്സാണ്, വലിയ ബോട്ട്സാണ് ഉണ്ടോ. ഇതൊക്കെ മാൽദീവ്സ്, അതുപോലെ ലക്ഷദ്വീപ്, അവിടെയൊക്കെ ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകുന്ന ഉരുക്കളാണ്. ഇവിടെ ക്രെയിൻസ് ഒന്നുമില്ല. നിങ്ങളിപ്പോൾ കണ്ടാൽ ഇവിടെ ഫിക്സഡ് ക്രെയിൻസ് ഒന്നുമില്ല, നമ്മുടെ വീഞ്ഞത്തും മല്ലറപ്പാടത്തൊക്കെ ഉള്ളതുപോലെ. നമ്മളിവിടെ ടഗ്ഗുകളാണ് കിടക്കുന്ന, ടഗ്. അതാത് കണ്ടോ മുകളിൽ ഒരാൾ ബലൂണിൽ പറന്നു വന്നാണ്ടോ. ബേക്കറി മോട്ടറുണ്ട്. ഇത് വാട്ടർ ഫെസ്റ്റിൽ നിന്നാണ്, ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൽ നിന്നാണ് കേട്ടോ. ഞാനിപ്പോൾ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൽ ഫുഡ് ഫെസ്റ്റിലാണുള്ളത്. ഇതാണ് കറക്ക് ചായ. ഇത് 2 ഐറ്റം കറക്ക് ചായ ഉണ്ട്. രണ്ടും വ്യത്യസ്ത രുചികളിലുള്ളതാണ്. ആണെന്ന് ആർക്കെങ്കിലും ഈ കറക്ക് ചായയെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ, കമൻറ്റ് ബോക്സിൽ. ഇത് കാടക്കോഴിയുടെ മുട്ട റോസ്റ്റാണ്. പിന്നെ അപ്പുറത്ത് ബട്ടർ സമോസയാണ്, ബട്ടർ ചിക്കൻ സമോസ. പിന്നെ അപ്പുറത്ത് കാടക്കോഴി റോസ്റ്റാണ്. ഇപ്പുറത്ത് കട്ട്ലറ്റ് അങ്ങനെ എന്തോണം. ഇതൊക്കെ പല ടൈപ്പിലുള്ള ചായയാണ് കേട്ടോ. ഹിബിസ്കസ് ടീ, തുളസി ടീ, അങ്ങനെ പല ടൈപ്പിലുള്ള മിൻറ്റ്, അങ്ങനെ പല വെറൈറ്റീസിലുള്ള കട്ടൻസാണ്. ഇതാണ് നമ്മൾ മേടിച്ച കാടക്കോഴിയുടെ മുട്ട റോസ്റ്റ്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ സമോസ. പിന്നെ നമ്മുടെ കറക്ക് ചായ വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്. നമ്മുടെ സാധാരണ കുടിക്കുന്ന പോലത്തെ ചായയല്ല, വേറൊരു ടൈപ്പിലുള്ള ഒരു ടേസ്റ്റാണ് അതിന് വരുന്നത്. ഫുഡ് ഫെസ്റ്റിലാണ്, ഭയങ്കര വലിയ സ്റ്റോൾസാണ്, വെറൈറ്റി സ്റ്റോൾസാണ്. കണ്ട ഒരു പോത്തിൻ്റെ കാല് ഗ്രില്ല് ചെയ്തതാണ് കണ്ടോ. ഇത് കിഴിയായിട്ട് അപ്പുറത്ത് കൊടുക്കുന്നുണ്ട്. പൊറോട്ടയും അതുപോലെ പൊറോട്ടയും പോത്തോ അല്ലെങ്കിൽ ചിക്കനോ വെച്ചു. $200 ബീഫും കോഴി.
ഉള്ളൂ. 100 റുപ്യ ഉള്ളൂ. ബോട്ടിൽ കയറാം. 100 രൂപ. ഇതാണ് കല്ലുമ്മക്കായ റോസ്റ്റ്. പിന്നെ കല്ലുമ്മക്കായ നിറച്ചത് പൊരിച്ചതുണ്ട്. അമ്മാതിരി തിരക്കാണ്, അടിപൊളി തിരക്കാണ്. മിനിസ്റ്ററാണ് എൻ്റെ ഫ്രണ്ടിലൂടെ പോയത്. മിനിസ്റ്ററാണ് ഫ്രണ്ടിലൂടെ പോയത്. നമ്മുടെ ഈ ഘോഷയാത്രയുടെ ഫ്രണ്ടിലൂടെ മിനിസ്റ്ററാണ് പോയത്. റിയാസ്. ഇതാണ് കേട്ടോ നമ്മുടെ കല്ലുമ്മക്കായ നിറച്ചത്, റോസ്റ്റ് ചെയ്തത്. നല്ല ടേസ്റ്റിയാണ്. ഇത് കഴിക്കുമ്പോഴേ മനസ്സിലാവട്ടെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് കല്ലുമ്മക്കായ കഴിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. ഇതാണ് എരിന്തിൽ ഫ്രൈ. ഇത് എരിന്തിൽ കല്ലുമ്മക്കായ കടലിൽ കിട്ടുന്നതാണ്. എരിന്തിൽ കായലിൽ നിന്ന് എടുക്കുന്നതാണ്. അതിൻ്റെ ഫ്രൈ ആണത്. വേറൊരു ടൈപ്പ് ടേസ്റ്റാണ് കേട്ടോ. കല്ലുമ്മക്കായിൽ നിന്ന് വേറൊരു ടൈപ്പ് ടേസ്റ്റാണ്. ഏകദേശം ഒരു 10 പീസ് കൂടുതൽ വരും എരിന്തിൽ. അതിന് 50 രൂപയാണ് അതിൻ്റെ പ്രൈസ്. കല്ലുമ്മക്കായും എരിന്തിലും ഒന്നും നമുക്ക് തെക്കൻ കേരളത്തിലധികം കാണാറില്ല. എന്താണ് കാരണം എനിക്കറിയത്തില്ല. ഇത് പഴം നിറച്ചതാണ്. ഇതിന് 20 രൂപയാണ് വില. ഞാനിങ്ങനെ കഴിക്കുന്നുണ്ടെന്ന് പേടിക്കൊന്നും വേണ്ട. 2 ദിവസമായിട്ടൊന്നും കഴിക്കുന്നില്ല കേട്ടോ. ട്രിവാൻഡ്രത്തുനിന്ന് ഇവിടെ ഒരു അമ്മ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരുപാട് മീൽസ് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒന്നും കഴിക്കുന്നില്ല. 2 ദിവസമായിട്ടൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭയങ്കര വില കൂടി നമുക്കൊന്നും കഴിക്കുന്നില്ല. 20 രൂപയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ഇനിയും വീഡിയോ വരുന്നുണ്ട്.